സ്വാഗതം. SSLC സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടുകയോ ചീത്തയായി പോവുകയോ കീറിപ്പോയാലോ രേഖപ്പെടുത്തലുകൾ മാഞ്ഞു പോയാലോ പുതിയ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. SSLC പരീക്ഷ എഴുതിയ രജിസ്റ്റർ നമ്പർ, വർഷം, മാസം, പരീക്ഷ എഴുതിയ പരീക്ഷാ കേന്ദ്രം എന്നിവ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. SSLC സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയവർ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് ആദ്യം ചെയ്യേണ്ടത് ഒരു പത്രപരസ്യം നൽകുകയാണ്. പ്രമുഖ ദിനപത്രത്തിലാണ് പരസ്യം നൽകേണ്ടത്. പത്രപരസ്യം നിശ്ചിത മാതൃകയിലാണ് നൽകേണ്ടത്. നൽകേണ്ട പത്രപരസ്യത്തിൻ്റെ മാതൃക ശ്രദ്ധിക്കുക. നോട്ടീസ്: ഡാഷ് വർഷത്തെ ഡാഷ് രജിസ്റ്റർ നമ്പറിലുള്ള എൻ്റെ SSLC ബുക്ക് വീണ്ടെടുക്കുവാൻ പറ്റാത്ത വിധത്തിൽ കൈമോശം വന്ന വിവരം ഇതിനാൽ അറിയിക്കുന്നു. പ്രസ്തുത ബുക്കിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പകർപ്പിനായി പരീക്ഷാ കമ്മീഷണറുടെ സെക്രട്ടറി മുൻപാകെ നിയമാനുസരണമുള്ള അപേക്ഷ നൽകുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. ഇതിന്മേൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം വന്ന് 15 ദിവസത്തിനകം സെക്രട്ടറി, ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻസ്, പരീക്ഷാ ഭവൻ, പൂജപ്പുര, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ രേഖാമൂലം പരാതി നൽകേണ്ടതാണ്. പേരും മേൽവിലാസവും. പത്രപരസ്യം നൽകുന്നതിന് പത്രം ഓഫീസിൽ ഫീസ് കൊടുക്കേണ്ടതാണ്. പത്രപരസ്യം പ്രസിദ്ധീകരിക്കുന്ന പത്രം മുഴുവനായി പരീക്ഷാ ഭവനിലേക്ക് അയക്കുന്നതിലേക്കായി കരുതി വയ്ക്കേണ്ടതുമാണ്. SSLCയുടെ അസൽ സർട്ടിഫിക്കറ്റ് തിരിച്ച് കിട്ടാത്ത വിധം നഷ്ടപ്പെട്ടു പോയവർ അടുത്ത് ചെയ്യേണ്ടത് ഒരു ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ സാക്ഷ്യപത്രം ലഭ്യമാക്കുകയാണ്. പരീക്ഷാ ഭവനിൽ അപേക്ഷാ ഫോറത്തിനോടൊപ്പം സമർപ്പിക്കേണ്ടത് സ്റ്റാമ്പ് പേപ്പറിൽ മുദ്ര പതിപ്പിച്ച അഫിഡവിറ്റ് തയ്യാറാക്കി വാങ്ങേണ്ടതാണ്. ആയതിന് ബന്ധപ്പെട്ട ഒരു അഡ്വക്കേറ്റിനെ കണ്ടാൽ പ്രസ്തുത മാതൃകയിലുള്ള അഫിഡവിറ്റ് നമുക്ക് അഡ്വക്കേറ്റ് മുഖേന തയ്യാറാക്കി ലഭിക്കുന്നതാണ്. ആയതിന് നിശ്ചിത ഫീസ് നൽകേണ്ടതാണ്. മിലിറ്ററി ജീവനക്കാരനാണെങ്കിൽ കമാൻഡിംഗ് ഓഫീസറുടെ സാക്ഷ്യപത്രം കൂടി സമർപ്പിക്കേണ്ടതാണ്. SSLC സർട്ടിഫിക്കറ്റ് വിദേശത്ത് വച്ച് തിരിച്ച് കിട്ടാത്ത വിധത്തിൽ നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ അപേക്ഷയോടൊപ്പം ഇന്ത്യൻ എംബസിയുടെ ജുഡീഷ്യൽ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ്റെ സാക്ഷ്യപത്രം കൂടി അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. SSLC സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ലഭിക്കുന്നതിന് നിശ്ചിത ഫീസ് കൊടുക്കേണ്ടതുണ്ട്. 350 രൂപയാണ് ഫീസ് നൽകേണ്ടത്. അപേക്ഷാ ഫീസായ 350 രൂപ അപേക്ഷകൻ കേരള സംസ്ഥാനത്തിലെ ഏതെങ്കിലും ഗവൺമെൻറ് ട്രഷറിയിൽ 02-01-102-92 അതർ റെസീറ്റ്സ് എന്ന അക്കൗണ്ട് ഹെഡിൽ ചെലാൻ എടുത്ത് ഫീസ് കൊടുക്കേണ്ടതാണ്. ഹെഡ് ഓഫ് അക്കൗണ്ട് ഒന്നുകൂടെ പറയാം: 02-01-102-92 അതർ റെസീറ്റ്സ് എന്ന അക്കൗണ്ട് ഹെഡിൽ ചെലാൻ എടുത്ത് ഫീസ് കൊടുക്കേണ്ടതാണ്. അപേക്ഷകൻ കേരളത്തിന് പുറത്താണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് നമ്പർ 077B (C) ISSA കേരള എന്ന പേരിൽ ചെലാൻ എടുത്ത് ഫീസ് കൊടുക്കേണ്ടതാണ്. പർപ്പസ് എന്ന കോളത്തിൽ ഫീ ഫോർ SSLC ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ്
ഫീ ഫോർ SSLC ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് രേഖപ്പെടുത്തേണ്ടതുമാണ്. അടുത്തതായി അപേക്ഷാ ഫോറം തയ്യാറാക്കുന്ന വിധം. പരീക്ഷാ ഭവന്റെ വെബ്സൈറ്റിൽ നിന്നും ആപ്ലിക്കേഷൻ ഫോർ ഇഷ്യൂ ഓഫ് എ ഡ്യൂപ്ലിക്കേറ്റ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അപ്പൻഡിക്സ് 12 ആപ്ലിക്കേഷൻ ഫോർ ഇഷ്യൂ ഓഫ് എ ഡ്യൂപ്ലിക്കേറ്റ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് അപ്പൻഡിക്സ് 12 എന്ന ഫോം ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപേക്ഷാ ഫോമിൻ്റെ മോഡൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അപേക്ഷയിൽ അപേക്ഷകൻ്റെ പേര്, മേൽവിലാസം, രക്ഷിതാവിൻ്റെ പേര്, ജനനത്തീയതി, വിദ്യാഭ്യാസ ജില്ല, രജിസ്റ്റർ നമ്പർ, വർഷം, മാസം, പരീക്ഷ എഴുതിയ പരീക്ഷാ കേന്ദ്രം, ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിനായുള്ള ഫീസ് ഒടുക്കിയതിൻ്റെ ചെലാൻ നമ്പർ, തീയതി, തുക, ട്രഷറിയുടെ പേര് തുടങ്ങിയ കാര്യങ്ങൾ രേഖപ്പെടുത്തി അപേക്ഷകൻ്റെ ഒപ്പ് സഹിതം പൂരിപ്പിച്ച് SSLCക്ക് പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററെ സമീപിക്കേണ്ടതാണ്. ഹെഡ് മാസ്റ്റർ അപേക്ഷയിൽ സാക്ഷ്യപ്പെടുത്തുകയും ഒരു കവറിംഗ് ലെറ്ററും ആയതിൽ ആപ്ലിക്കേഷൻ ഫോറം, അഫിഡവിറ്റ്, ഫീസ് ഒടുക്കിയതിൻ്റെ ചെലാൻ, ന്യൂസ് പേപ്പർ, അതായത് പത്രപരസ്യം നൽകിയ ന്യൂസ് പേപ്പർ എന്നിവ സമർപ്പിച്ചിട്ടുണ്ട് എന്നും അപേക്ഷകന് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് താൽപ്പര്യപ്പെടുന്നു എന്ന് കവറിംഗ് ലെറ്റർ സഹിതം SSLC സർട്ടിഫിക്കറ്റ് ഉള്ളടക്കം ചെയ്യുവാൻ വലിപ്പമുള്ള ഒരു കവർ 42 രൂപയുടെ സ്റ്റാമ്പ് പതിപ്പിച്ചിരിക്കേണ്ടതും കവറിന് പുറത്ത് സ്കൂളിൻ്റെ അഡ്രസ് രേഖപ്പെടുത്തുകയും വേണം. അപേക്ഷാ ഫോറം, ഫീസ് ഒടുക്കിയതിൻ്റെ ചെലാൻ, മജിസ്ട്രേറ്റിൻ്റെ സാക്ഷ്യപത്രം, പത്രപരസ്യം, SSLCക്ക് പഠിച്ച സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററുടെ കവറിംഗ് ലെറ്റർ, സ്റ്റാമ്പ് ഒട്ടിച്ച് മേൽവിലാസം രേഖപ്പെടുത്തിയ കവർ എന്നിവ സഹിതം ഹെഡ് മാസ്റ്റർ പരീക്ഷാ ഭവൻ സെക്രട്ടറിക്ക് അയക്കുന്നതാണ്. യാതൊരു ന്യൂനതയും ഇല്ലാത്ത അപേക്ഷയാണെങ്കിൽ 3 മാസത്തിനകം സ്കൂളിൽ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. ലഭിക്കുന്ന SSLC ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ പുറത്ത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന സീൽ പതിപ്പിച്ചിരിക്കും. അങ്ങനെ സീൽ പതിപ്പിച്ചതിനാൽ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂവിന് യാതൊരു മൂല്യക്കുറവും സംഭവിക്കുന്നില്ല. അടുത്തതായി SSLC സർട്ടിഫിക്കറ്റിലെ രേഖപ്പെടുത്തലുകൾ മാഞ്ഞു പോകുകയോ അല്ലെങ്കിൽ കീറിപ്പോവുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിലും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരുന്നതാണ്. അത്തരം സന്ദർഭങ്ങളിൽ പത്രപരസ്യമോ അഫിഡവിറ്റോ തയ്യാറാക്കേണ്ടതില്ല. അത്തരം സന്ദർഭത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന് വേണ്ടി മേൽ സൂചിപ്പിച്ച പരീക്ഷാ ഭവന്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഫോറം പൂരിപ്പിച്ച് ഫീസായി 350 രൂപ മേൽ സൂചിപ്പിച്ച പ്രകാരം ഒടുക്കി ചെലാൻ, ഡാമേജായ ഒറിജിനൽ SSLC സർട്ടിഫിക്കറ്റ്, കേടുപാട് സംഭവിച്ചതിൻ്റെ കാരണം കാണിച്ചുകൊണ്ടുള്ള അപേക്ഷകൻ്റെ സാക്ഷ്യപത്രം, ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് തിരികെ ലഭിക്കുവാനുള്ള സ്റ്റാമ്പ് പതിപ്പിച്ച കവർ എന്നിവ സഹിതം SSLCക്ക് പഠിച്ച സ്കൂൾ ഹെഡ് മാസ്റ്ററെ സമീപിക്കുക. ബാക്കി മുൻപ് പറഞ്ഞതുപോലെ ഹെഡ് മാസ്റ്റർ കവറിംഗ് ലെറ്ററും അപേക്ഷകൻ്റെ അപേക്ഷാ ഫോറത്തിൽ ഹെഡ് മാസ്റ്റർ ഒപ്പും പതിപ്പിച്ച് പരീക്ഷാ ഭവൻ സെക്രട്ടറിക്ക് അയക്കുന്നതാണ്. അപേക്ഷയിൽ ന്യൂനതകളൊന്നും ഇല്ല എങ്കിൽ 3 മാസത്തിനകം അപേക്ഷകൻ പഠിച്ച സ്കൂളിൽ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. അപേക്ഷ തയ്യാറാക്കുന്നത് ശരിയായ വിധമാണെങ്കിലും ഉള്ളടക്കത്തിൽ സമർപ്പിക്കേണ്ട രേഖകൾ എല്ലാം ഉൾപ്പെടുത്തിയെങ്കിലും
അപേക്ഷ നൽകി 3 മാസത്തിനകം ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ള പക്ഷം വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, മറുപടി നൽകുന്നതായിരിക്കും. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.